ശ്രീ പി കെ ഗോപൻ, നിങ്ങൾ മുമ്പ് ഈ വൈദ്യുതി കരാറുകളുമായി ബന്ധപ്പെട്ടുണ്ടാക്കി വെച്ച പ്രശ്നങ്ങൾ, ലയബിലിറ്റികൾ, പിന്നീട് നിങ്ങൾ വീര്യം കുറഞ്ഞ മദ്യം ഏലത്തിന് ഇളവ് ചെയ്യാൻ വേണ്ടി കമ്പനികളുമായി ഉണ്ടാക്കിയ കരാറുകൾ, ഇതൊക്കെ തുടരേണ്ടി വരികയാണ്. സർക്കാരിൻ്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ UDF സർക്കാരും. അത് സർക്കാരുകൾ സാങ്കേതികവും അഡ്മിനിസ്ട്രേഷനുമായ തുടർച്ചയാണ്. അന്ന് നിങ്ങളിതെല്ലാം ചെയ്തു വെച്ചിട്ട് ഇരുണ്ട കാലമാണ് വരാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട്. എന്താ കാര്യം? ശ്രീ പി കെ ഗോപൻ. ഈ ജൻസി ഒഴിച്ച് ബാക്കിയുള്ളവരോട് കേരളത്തിലെ ഇലക്ട്രിസിറ്റിയെ കുറിച്ച് പ്രത്യേകിച്ച് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഞാൻ 2ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുമ്പോഴാണ് എൻ്റെ വീട്ടിൽ ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. എൻ്റെ വീട്ടിൽ കറണ്ട് ലഭിക്കുന്നത് ഞാൻ 10ാം ക്ലാസ്സും കഴിഞ്ഞതിന് ശേഷമാണ്. അതായത് 8 വർഷക്കാലം കഴിഞ്ഞിട്ടാണ് എൻ്റെ വീട്ടിൽ കറണ്ട് ലഭിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക തടസ്സം വീട്ടിൽ ഉണ്ടായതുകൊണ്ടല്ല. ഞാൻ എൻ്റെ ഉദാഹരണം പറയുമ്പോൾ കേരളത്തിലെ മുഴുവൻ വീടുകളുടെ അവസ്ഥ അതാണ്. ആ അവസ്ഥയിൽ നിന്ന് മാറി ശ്രീ രജിൻ ഉൾപ്പെടെയുള്ള പുതിയ തലമുറ കോൺഗ്രസ്സുകാർ മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ ഒരു വീട് പണിഞ്ഞ് ആപ്ലിക്കേഷൻ കൊടുത്താൽ അതിൻ്റെ പേപ്പർ വർക്ക് പൂർത്തിയായാൽ, വീടിൻ്റെ ടാക്സ് റെസിപ്റ്റ്, വീടിൻ്റെ നമ്പർ, അത്തരം കാര്യങ്ങൾ നിയമപരമായി പാലിക്കേണ്ടുന്ന പ്രൊസീജിയേഴ്സ് പൂർത്തിയായാൽ തൊട്ടടുത്ത മണിക്കൂറിൽ കറണ്ട് കണക്ഷൻ ലഭിക്കും. ഏത് കാലത്താണ് ഇത് തുടങ്ങിയെന്നറിയാവും? അത് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ സംഭവിച്ച കാര്യമാണ്. 10 വർഷം തുടങ്ങുമ്പോൾ തന്നെ സംഭവിച്ച കാര്യമാണ്. കേരളത്തിൽ CV പത്മരാജൻ വക്കീൽ വരെ ഇരുന്ന UDFന്റെ കാലത്ത് ഞങ്ങളൊക്കെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ സമരം നടത്തിയത് കറണ്ട് കട്ടിനെതിരായിട്ടാണ്, പവർ കട്ടിനെതിരായിട്ടാണ്. രാത്രിയിൽ നമ്മുടെ നാട്ടിലെ ആളുകൾ ഇതുപോലെ മൊബൈൽ ഫോൺ ഇല്ലാത്ത കാലത്ത് വാച്ച് കൃത്യതപ്പെടുത്തിയിരുന്നത്, അവരുടെ സമയം കറക്റ്റ് ചെയ്തിരുന്നത്, വാച്ച് കേടായാൽ സമയം കറക്റ്റ് ചെയ്തിരുന്നത് ഈ പവർ കട്ട് വളരെ ഷാർപ്പ് ടൈം ആയിരിക്കും. അതുകൊണ്ട് പവർ കട്ട് സമയത്താണ് കറണ്ട് വാച്ച് കറക്റ്റ് ചെയ്തിരുന്നത്. അതുപോലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മോഷണം നടന്നിരുന്നത് ഈ പവർ കട്ട് സമയത്താണ്. കടകൾ നിശ്ചിത സമയത്തിനുള്ളിൽ അടയ്ക്കണമെന്ന് നിർദ്ദേശം കൊടുത്തിരുന്നു. ആ സമയത്ത് നമ്മുടെ വ്യാപാരികൾ കടയടച്ചില്ലെങ്കിൽ കടയുടെ മുമ്പിൽ പോലീസുകാർ ഭീഷണിയുമായിട്ട് ചെല്ലുമായിരുന്നു. കട തല്ലിപ്പൊളിച്ച സംഭവം വരെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ മറന്നുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ, ഒരു ആയുർവേദിക് സോപ്പിന്റെ പരസ്യത്തിൽ അതെല്ലാം മറന്നേക്കുമെന്ന് പറഞ്ഞ് മേശപ്പുറത്തിരുന്ന പഴയ സോപ്പുകളെല്ലാം തട്ടിയെറിയുന്നത് പോലെ കേരളത്തിലുള്ള ആളുകളോട് പറഞ്ഞാൽ നിങ്ങൾ ധരിക്കുന്നത് നമ്മൾ ഇന്നലെ പറഞ്ഞ കള്ളം ഇന്ന് ആർക്കും ഓർമ്മയില്ലെന്നാണ്. അതിന്റെ ഏറ്റവും വലിയ പ്രചാരകനായി ശ്രീ VD സതീശൻ മാറിക്കഴിഞ്ഞു. ഒരു പക്ഷേ ലോകത്താകെ ചർച്ച ചെയ്യുന്നത്, ഈ നുണകളുടെ ഒരു ആശാനായിട്ട് സൈദ്ധാന്തികനായിട്ട് ചർച്ച ചെയ്യുന്നത് ഹിറ്റ്ലറുടെ മന്ത്രിസഭയിലെ ഗീബൽസിനെയാണ്. പക്ഷെ ഇന്ത്യയിലെ ഗീബൽസ് ആര് എന്ന് ചോദിച്ചാൽ അത് അടുത്ത PSC പരീക്ഷയ്ക്ക് ഒരു തടസ്സവും ഇല്ലാതെ 2 മാർക്ക് കിട്ടും. അത് കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ്. കാരണം അത് നമ്മൾ അദ്ദേഹത്തിനെതിരായി വെക്കുന്ന ഒരു ആക്ഷേപമല്ല, മറിച്ച് നിങ്ങൾക്ക് കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പോ അതിനു മുമ്പോ ഉള്ള യൂട്യൂബിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഒക്കെ കിടക്കുന്ന, സോഷ്യൽ മീഡിയയിൽ കിടക്കുന്ന അദ്ദേഹത്തിന്റെ സംഭാഷണം മാത്രമുണ്ട്. അതിന് സാക്ഷി അദ്ദേഹം തന്നെയാണ്, വേറെ ആരുമല്ല. നമ്മളൊരാൾ സാക്ഷ്യപ്പെടുത്തേണ്ട കാര്യമില്ല. നിങ്ങളിത് പറഞ്ഞില്ലേ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം പറഞ്ഞത് നമ്മുടെ മുമ്പിലുണ്ട്. അത്രയും കൃത്യതയോടുകൂടിയുള്ള തെളിവുകൾ ഉണ്ടായിട്ട് നിഷേധിക്കുന്നതിനൊരു മടിയില്ല. അതുകൊണ്ട് ഈ പവർ കട്ട് എന്നുള്ളത് കഴിഞ്ഞ 10 വർഷം ഒരു 15 വയസ്സുള്ള കുട്ടിയോട് പവർ കട്ട് 5 വയസ്സൊക്കെ ആകുമ്പോഴാണ് ഒരു നല്ല ഓർമ്മയിലേക്കൊക്കെ എത്തുക. പവർ കട്ട് ആണെന്ന് ചോദിച്ചാൽ ആ കുട്ടിക്ക് അറിയില്ല, അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് അറിയില്ല. അപ്പൊ നിങ്ങൾ പറയുന്നത് വൈദ്യുതി നിയന്ത്രണം ഉണ്ടായിരുന്നു, പേരതല്ലെന്ന. വൈദ്യുതി നിയന്ത്രണവും ഉണ്ടായിരുന്നില്ല. എന്താ സംഭവിച്ചത്? നമ്മുടെ ട്രാൻസ്ഫോമറുകൾക്ക് ലോഡ് താങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിൽ പീക്ക് ടൈമിൽ, അതായത് വേനൽക്കാലത്ത് നമുക്ക് വൈദ്യുതിയുടെ ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന ടൈമിൽ എല്ലാവരും ഒരേ സമയത്ത് വീടുകളിലുള്ള സകല ഉപകരണങ്ങൾ ഉപയോഗിച്ച, അത് അയൺ മുതൽ ഫ്രിഡ്ജ് മുതൽ ഓവനോ ഫ്രയറോ അങ്ങനെ എന്തൊക്കെയാണോ വീടുകളിലുള്ളത്, വാഷിംഗ് മെഷീനോ, ഇതെല്ലാം പീക്ക് ടൈമിൽ ഉപയോഗിച്ചാൽ സംഭവിക്കുന്നത് ശരിയാണ്. സർക്കാർ ജീവനക്കാർ വൈകിട്ട് വന്നിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നടത്തുന്നത്. കൂലിത്തൊഴിലാളികൾ വൈകിട്ട് വന്നിട്ടാണ് ഇത്തരം കാര്യങ്ങൾ നടത്തുന്നത്. അപ്പൊ അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ആ സമയത്ത് സ്വാഭാവികമായി ട്രിപ്പാവും. അത് നമ്മുടെ ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥർ, എഞ്ചിനീയേഴ്സ് വളരെ കൃത്യമായി കേരളത്തെ കൺവിൻസ് ചെയ്യിച്ച കാര്യമാണ്. അതിനപ്പുറത്തേക്ക് ഒരു കൺട്രോളും കേരളത്തിൽ നടത്തിയിരുന്നില്ല. ഇപ്പൊ ഭരണമേറ്റ് കയ്യിൽ കിട്ടിയപ്പോ വളരെ പെട്ടെന്ന് തന്നെ വൈദ്യുതിയിൽ വലിയ പ്രതിസന്ധി ഉണ്ടായി. നിങ്ങൾ കുറെ കണക്കൊക്കെ ഇവിടെ പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നത്, പിണറായി വിജയൻ
കേരളത്തിൽ ഇലക്ട്രിസിറ്റി മന്ത്രിയായി എന്നൊരു സമയമുണ്ട്. അന്നു മുതലാണ് അദ്ദേഹത്തെ ആളുകൾ പിന്നെ പ്രോത്സാഹിപ്പിച്ചു തുടങ്ങിയതും അല്ലെങ്കിൽ അദ്ദേഹത്തെ പുകഴ്ത്തി തുടങ്ങിയതും അതേ സമയം തന്നെ ഇകഴ്ത്തി തുടങ്ങുന്നതും ആ ഘട്ടത്തിലാണ്. കാരണം വളരെ എനിക്ക് ഓർമ്മയുള്ള ഒരു എഡിറ്റോറിയൽ ഞാൻ പറയാം. ഈ മലയാള മനോരമയാണല്ലോ UDFന്റെ എക്കാലത്തെയും വലിയ താങ്ങൽ, അവരെ സംരക്ഷിച്ചു നിർത്തുന്ന ഒരു പത്രം. ആ പത്രത്തിന്റെ ഒരു എഡിറ്റോറിയൽ ഞാൻ അക്കാലത്ത് എടുത്ത് സൂക്ഷിച്ചു വെച്ചിരുന്നു. ആ എഡിറ്റോറിയൽ അവർ പറഞ്ഞത്, അന്ന് ബംഗാൾ ഇടതുപക്ഷം ഭരിക്കുകയാണ്. ബംഗാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടർച്ചയായിട്ട് ഭരിക്കാൻ കഴിഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് സിദ്ധാർത്ഥ ശങ്കറയുടെ കാലത്ത് കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹത്തിന്റെ കാലത്ത് ആയിരക്കണക്കിന് കമ്മ്യൂണിസ്റ്റുകാരെ കൊന്ന ഒരാളാണ് ഈ സിദ്ധാർത്ഥ ശങ്കരയുടെ ഭരണം എന്ന് പറഞ്ഞത്. ആ സമയത്ത് അവിടെ കൽക്കട്ട ഇരുട്ടിൽ ജീവിക്കുകയായിരുന്നു. ഇരുണ്ട കാലത്താണ് കൽക്കത്ത ജീവിച്ചത്. അവിടെ വെളിച്ചം കൊണ്ടുവന്നത് കൊണ്ടാണ് ബംഗാൾ തുടർച്ചയായിട്ട് ഇടതുപക്ഷം ഭരിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ് ഒന്നും ചെയ്തില്ലേലും വേണ്ടുമില്ല, ഈ കറണ്ട് ആവശ്യത്തിന് ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ? കാരണം അന്ന് ഒരു സ്ട്രീറ്റിൽ ലൈറ്റ് കത്തിക്കിടന്നോ എന്നറിയാൻ തീപ്പെട്ടി ഒരച്ച് നോക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. അത്ര വളരെ മോശം വോൾട്ടേജ് ആണ് അന്നുണ്ടായിരുന്നത്. വോൾട്ടേജ് ഇല്ല, കറണ്ട് ഇല്ല, നിരത്തിലോടാൻ ബസ്സും ഇല്ല എന്നൊക്കെ ഞങ്ങൾ അക്കാലത്ത് മുദ്രാവാക്യം വിളിച്ചത് ഇപ്പോഴും ഓർമ്മ. ആ കാലത്ത് നിന്ന് വലിയ ഇടപെടൽ നടത്തിയിട്ടാണ് പിണറായി വിജയൻ പതുക്കെ കേരളത്തിൽ ഇലക്ട്രിസിറ്റി കൊണ്ടുവന്നു. അത് പിന്നെ ശർമ്മയിലൂടെ, അത് നിങ്ങളൊക്കെ എപ്പോഴും ആക്ഷേപിക്കുന്ന MM മണി ആശാനിലൂടെ, ഇപ്പൊ കൃഷ്ണൻകുട്ടി സാറിലൂടെ എങ്ങനെയാണ് കേരളം, നിങ്ങൾ വേറൊന്നും സമ്മതിക്കണ്ട, എപ്പോ ആപ്ലിക്കേഷൻ കൊടുത്താലും കറണ്ട് കിട്ടുമായിരുന്നു. ഒരു വീട്ടിൽ സപ്ലൈ ഇല്ലാതെ കറണ്ട് ഇല്ലാതെ കൊടുക്കാൻ പറ്റുമായിരുന്നോ? പറ്റില്ലേ. ഏത് വ്യവസായത്തിനും നിയമപരമായിട്ട് കറണ്ട് കിട്ടിയിരുന്നോ? കറണ്ട് ഇല്ലാത്തതിന്റെ പേരിൽ വ്യവസായം മുടങ്ങിയോ? വ്യവസായം ലോക്കൗട്ട് ചെയ്യേണ്ട സാഹചര്യം വന്നോ? കറണ്ട് ഇല്ലാത്തതിന്റെ പേരിൽ കേരളത്തിൽ എവിടെങ്കിലും പ്രൈവറ്റ് സ്ഥാപനമോ പൊതുമേഖലാ സ്ഥാപനമോ അടച്ചുപൂട്ടേണ്ടി വന്നോ? ഈ സാഹചര്യം ഒന്നും 10 വർഷം മുമ്പില്ലായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഇനി നേരത്തെ അങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ അത് പച്ച നുണയാണ് പറയുന്നത്. അതാണ് ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ള ഒരു കാര്യം.